വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആണ്. സോ ഇത് നമ്മുടെ ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ്. സോ ഹിസ്റ്ററി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഭയങ്കര എളുപ്പമാണ്, ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് കഥ പോലെ പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. സോ നമ്മൾ എന്തിനാണ് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ ചെയ്യുന്നത്, പിന്നെ കമ്മിറ്റികൾ പഠിക്കുന്നുണ്ട്. ചോപ്ര കമ്മിറ്റി, ഡ്രഗ് എൻക്വയറി കമ്മിറ്റി. ചോപ്രയും ഡ്രഗ് എൻക്വയറി കമ്മിറ്റി ഒരുമിച്ചായിരിക്കും പഠിക്കുക. ബോർ കമ്മിറ്റി, ബാട്ടിയ കമ്മിറ്റി, മുഡ്ലിയർ കമ്മിറ്റി, ഹാത്തി കമ്മിറ്റിയാണ്. സോ ഈ ബാക്കി വരുന്ന ഈ ചോപ്രയും ഡ്രഗ് എൻക്വയറി കമ്മിറ്റി മാത്രമേ കുറച്ചധികം പഠിക്കാനുള്ളൂ. ബാക്കി എല്ലാം എന്താണ്, കുറച്ച് ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ലെജിസ്ലേഷൻ എന്ന് അറിയണം. സോ ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നിയമനിർമ്മാണമാണ് എൻ്റെ അടുത്ത് ബേസിക് ആയിട്ട് പറയുന്നത് കേട്ടോ. സോ എന്തിനാ നിയമനിർമ്മാണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാ ചെയ്യുന്നത്? ഇതൊരു ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ആയിരിക്കും ചെയ്യേണ്ടത് നിയമനിർമ്മാണം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുമാത്രമല്ല, ഈ നിയമനിർമ്മാണം എന്തിനാ ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കറിയേണ്ട എന്താണ് ലെജിസ്ലേഷൻ, എന്താണ് റെഗുലേഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ടതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. സോ ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു രാജ്യത്തിലെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിരിക്കും ഉണ്ടാക്കുക. റെഗുലേഷൻ എന്ന് വെച്ചാൽ അതാത് മിനിസ്ട്രോ, ഇൻഡിവിജ്വൽ മിനിസ്ട്രോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭാരത് സർക്കാർ എന്ന് പറയുന്നതും നമ്മുടെ കേരള സർക്കാർ എന്ന് പറയുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ ഭാരത് സർക്കാർ എന്താ ചെയ്യുക, പല ബില്ലുകൾ അവർ പാസ്സാക്കും അല്ലെ. ഈ ബില്ലുകൾ പാസ്സാക്കിയിട്ട് ആ ബില്ല് എൻ്റെ കൺട്രിയിൽ യൂസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ കോവിഡ് തന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോവിഡ് നമ്മൾ കർഫ്യൂ ചെയ്തു, അത് നമ്മൾ എങ്ങനെ ചെയ്തത്? സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ് അല്ലേ. സോ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനമല്ല കർഫ്യൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇത് മാറിയിരിക്കും. അപ്പോൾ റെഗുലേഷൻ എന്താണ്, ലെജിസ്ലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ലെജിസ്ലേഷൻ ബില്ലാണ്, ലൈക്ക് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസുകളിൽ മാറ്റം വരിക എന്നുള്ളതാണ്. റെഗുലേഷൻ അങ്ങനെയല്ല. എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഹെൽമെറ്റ് വയ്ക്കുക, 2 ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വയ്ക്കുക, അത് റെഗുലേഷനാണ്. സോ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുക എന്ന് പറയുന്നതും റെഗുലേഷൻ തന്നെയാണ്. സോ ലെജിസ്ലേഷൻ വെച്ചാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതൊക്കെ ലെജിസ്ലേഷനാണ് കേട്ടോ. ഇതാണ് സംഭവം, മനസ്സിലായല്ലോ. സോ ഇത് ഐഡി മനസ്സിലാക്കി വെക്കുക. ഇനി എന്തിനാണ് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ്റെ ആവശ്യം? ക്വാളിറ്റി, ഇവാലുവേഷൻ, സേഫ്റ്റി, എഫിക്കസി, ഇത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തിക്കുക എന്നുള്ളതാണ് ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ കുറച്ച് ഇയറും നെയിം ഓഫ് ദ ഫൗണ്ടറും നെയിം ഓഫ് ഷോപ്പ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ഫസ്റ്റ് വന്നതാണ് കേട്ടോ. 1811 മിസ്റ്റർ ഭാട്ടിയ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി കെമി ഷോപ്പ് ഇൻ കൽക്കട്ട വന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂറിസൊക്കെ പഠിക്കുമ്പോൾ ആദ്യം വന്ന കെമിസ്റ്റ് ഷോപ്പിനെ പറ്റി ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് നോക്കി വെക്കുക. ബാക്കി കുറച്ച് വർഷങ്ങളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ നമ്മുടെ ഈ കെമിസ്റ്റ് ഷോപ്പിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അത് ബാക്കിയുള്ള വർഷങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഒന്ന് പഠിച്ച് നോക്കുക കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളൂ. സോ നമ്മളിനി കമ്മിറ്റിയിലേക്ക് പോകാം. RN ചോപ്ര കമ്മിറ്റി. സോ ബേസിക്കലി പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇന്ത്യയിൽ മരുന്ന് ഉണ്ടാക്കുക, മാനുഫാക്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. സോ അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഇല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക, മറ്റുള്ള രാജ്യത്ത് കൊണ്ടുവരിക. അപ്പോൾ UK, ജർമ്മനി, ഫ്രാൻസിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. കാര്യം പബ്ലിക്കിൻ്റെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ അന്ന് നമുക്ക് മെഡിസിൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ ഡ്രഗുകൾ ചീപ്പറായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഫസ്റ്റ് വേൾഡ് വാറാണ്, ഒരുപാട് ഡ്രഗ്സുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡ്രഗ്സുകൾ ഇമ്പോർട്ടായി. പക്ഷേ ഇമ്പോർട്ട് ആവുന്നുണ്ട്, ഇതിന് ക്വാളിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടോ, നല്ല ക്വാളിറ്റി ആണെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അത് ഫ്ലഡഡായി, അത് ഒരുപാട് ഇങ്ങനെ വന്ന് കുന്നുകൂടാൻ തുടങ്ങി. അപ്പം എന്തായി, ഇമ്പോർട്ടിനോ മാനുഫാക്ചറിങ്ങിനോ ഡിസ്ട്രിബ്യൂഷനോ ഒന്നും എന്തില്ല, ഒരു നിയമനിർമ്മാണ പദ്ധതികളോ ഒന്നുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ ജനറൽ പബ്ലിക് പ്രഷറൈസ് ചെയ്തു ഗവൺമെൻറ്, ഇത് പറ്റില്ല, നല്ല സാധനമായിരിക്കണം, മരുന്നാണ്, മനുഷ്യൻ എന്തെങ്കിലും വന്നാലും നമുക്കറിയില്ല എന്നും പറഞ്ഞ് ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്തപ്പോൾ ഗവൺമെൻറ് മാക്സിമം ഇമ്പോർട്ട് മാനുഫാക്ചർ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒരു ലെജിസ്ലേറ്റീവ് ലോ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, സോ ബേസിക്കലി അന്ന് ഈ ഫാർമസി പ്രൊഫഷനിൽ അങ്ങനെ ഒരു എഫക്റ്റീവ് കൺട്രോൾ ആയിട്ടുള്ളൊരു ലീഗൽ പ്രോഗ്രാംസ് ഒന്നും നമുക്കന്നില്ല. അന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തൊരു കമ്മിറ്റിയാണ് ഡ്രഗ് എൻക്വയറി കമ്മിറ്റി.
മനസ്സിലായി? ഇത്രയും ഞാൻ കഥ പോലെ പറഞ്ഞു തന്നു. അത് തന്നെയാണ് സംഭവം ഇതിലുള്ള പോയിന്റ്സ്. അങ്ങനെ ഡ്രഗ് എൻക്വയറി കമ്മിറ്റി കൊണ്ടുവന്നു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് കേണൽ RN ചോപ്ര ഇൻ 1931. അതുകൊണ്ടാണ് ഇത് RN ചോപ്ര കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ RN ചോപ്ര 1931 ആണ്, ഫോർമലി നോൺ ആസ് ചോപ്ര കമ്മിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്? ചോപ്ര കമ്മിറ്റി എന്നും പറയാറുണ്ട്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? RN ചോപ്ര 1931, ആ കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. സോ നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്തൊക്കെയായിരുന്നു? സോ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു, ഡിലേ എടുത്തു. കാര്യം സെക്കൻഡ് വേൾഡ് വാർ 1939 നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡിലേ ആയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മാക്സിമം എന്ത് ചെയ്തു? ഈ ഒരു ലോ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ ഒരു നിയമനിർമ്മാണത്തിനെ കൊണ്ടുവരാൻ ഒരുപാട് അവർ പാടുപെട്ടു. അങ്ങനെ പബ്ലിക്കിൻ്റെ പ്രഷറൈസ് കാരണം എന്ത് ചെയ്തു? ഇമ്പോർട്ട് മാത്രം, ശ്രദ്ധിക്കണം, ഇമ്പോർട്ട് മാത്രം എന്ത് ചെയ്തു? 1937 കൊണ്ടുവന്നു. 1937 ഇമ്പോർട്ട് ഓഫ് ദ ഡ്രഗ് ബില്ല് മാത്രം എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് മാനുഫാക്ചറിങ്ങോ സെയിലോ ഇൻക്ലൂഡ് അല്ല, ഓൺലി ഇമ്പോർട്ട് ഓഫ് ദ ഡ്രഗ്സ് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പഠിക്കേണ്ട പോയിന്റ്, സെക്കൻഡ് വേൾഡ് വാറിൽ ആയതുകൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ടൈം എടുത്തു. സോ അവിടെ കൊണ്ടുവന്ന ഒരു ബില്ലാണെന്ത്? ഇമ്പോർട്ട് ഓഫ് ദി ഡ്രഗ് മാത്രം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? കഥ പോലെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. സോ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു വെച്ചാൽ, ഡ്രഗ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 1940 ലെജിസ്ലേറ്റീവ് അസംബ്ലി, ആൻഡ് ദ ഡ്രഗ് ബിൽ 1940 വാസ് പാസ്ഡ് വിച്ച് കം ടു എൻഫോഴ്സസ് 1947. 1914 പാസ് ചെയ്തു, ബട്ട് 1947 എന്ത് ചെയ്തത്? അത് വന്നത്. 1914 ബില്ല് പാസ് ചെയ്തു, 1947 വന്നു കേട്ടോ. സോ ഈ അമെൻമെൻറ്റ് വന്നിരുന്നെങ്കിലും, ഈ അമെൻമെൻറ്റ് വന്നു, കാര്യങ്ങളെല്ലാം നടന്നു, കുറേ പ്രഷറൈസ് ചെയ്തു. സോ ഇമ്പോർട്ട് മാത്രം ഫോക്കസ് ചെയ്തോളൂ, ബാക്കിയൊന്നും ഫോക്കസ് ചെയ്തില്ല. ഇതാണ് നമുക്ക് നിലവിലുള്ള സ്റ്റോറി. സിൻസ് ദെൻ ആക്ട് വാസ് അമെൻഡ് മെനി ടൈംസ് ആൻഡ് പ്രസൻസ് ഇറ്റ് കവർ ദ പ്രൊവിഷണൽ റൈറ്റ് ടു ഡ്രഗ്, കോസ്മെറ്റിക്, ആയുർവേദ, യുനാനിയൻ, ഹോമിയോപ്പത്തിക് മെഡിസിൻ. അപ്പം എല്ലാ ജനറൽ മെഡിസിൻസും എന്ത് ചെയ്തു? അതിനകത്ത് കവർ ചെയ്തു വന്നു. പല സമയങ്ങളിലും അപ്ഡേഷൻ വേണ്ടി വന്നു, എന്നാലും അവസാനം എന്ത് ചെയ്തു? ആയുർവേദ, കോസ്മെറ്റിക്സ്, ഡ്രഗ്സ്, യുനാനി, ഹോമിയോപ്പതിയിലൊക്കെ കവർ ചെയ്ത് വന്നു. ദ പ്രസന്റ് ഡ്രഗ് കോസ്മെറ്റിക് ആക്ട് ഈസ് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഡ്രഗ് ആക്ട് 1940. 1940 പാസ് ചെയ്ത ബില്ലിൻ്റെ ഇംപ്രൂവ്ഡ് വേർഷനാണ് ഇപ്പോൾ ഉള്ള ഡ്രഗ് ആക്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇമ്പോർട്ട്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് കോസ്മെറ്റിക്സ് ഇൻ ഇന്ത്യ, ഇതെല്ലാത്തിനും റെഗുലേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇമ്പോർട്ട്, മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് ഡ്രഗ്സ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് റൂൾസുകൾ കൊണ്ടുവന്നു. അങ്ങനെ ആ റൂൾസുകളെ എല്ലാത്തിനും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞ പേരാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾ 1945. ഓക്കെ അല്ലേ? 1945 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് ആണ്. ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ടൈം ടു ടൈമിൽ മാറി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഫാർമസി ആക്ട് 1948 പാസ് ചെയ്തത് ഫാർമസി പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ പാസ് ചെയ്ത ബില്ലാണ് ദ ഫാർമസി ആക്ട് 1948. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. 1914 ഡ്രഗ് ബില്ല് കൊണ്ടുവന്നു, അതിനുശേഷം 1948 ഫാർമസി ആക്ട് കൊണ്ടുവന്നു. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂളിൻ്റെ ഇംപ്രൂവ്ഡ് വേർഷനാണ് 1945. ഓക്കെ അല്ലേ? ഇനി 1954 ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് പാസ് ചെയ്തു. അതായത് ഡ്രഗിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മാജിക് റെമഡി, അല്ലെങ്കിൽ ഭസ്മമൊക്കെ കൊടുത്തിട്ട് അസുഖം മാറി എന്നൊക്കെ പറയില്ല, ആ പരിപാടിയൊന്നും പാടില്ല. ഡ്രഗിനെ പറ്റിയിട്ട് ഒരു രീതിയിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല റിലേറ്റ് ടു മാജിക് റെമഡീസ്. അതായത് നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്ന അസുഖം കുറയും എന്നുള്ള പരിപാടിയൊന്നും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല. അതൊന്നും അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. വർഷങ്ങൾ മാത്രം നോക്കി, എന്തായാലും വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എല്ലായിടത്തും ക്വസ്റ്റ്യൻ വരാം. സോ നെക്സ്റ്റ് വൺ ഇസ് മെഡിസിൻ ആൻഡ് ടോയിൽ പ്രിപ്പറേഷൻ ആണ്. എക്സൈസ് ഡ്യൂട്ടി 1955 അതായത് നമ്മൾ ഈ മെഡിസിൻ ആൻഡ് ടോയിൽ പ്രിപ്പറേഷനകത്ത് എത്ര ആൽക്കഹോൾ ഉപയോഗിക്കണം, ഒപ്പിയം എങ്ങനെ, ഹെമ്പ് എങ്ങനെ, നാർക്കോട്ടിക് ഡ്രഗ് എങ്ങനെയാണ് ഇത് യൂസ് വരേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മെഡിസിൻ ആൻഡ് ടോയിൽ പ്രിപ്പറേഷനകത്ത് വരുന്നത്. പിന്നെ വരുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ. ഈ ഡ്രഗ് പ്രൈസ് കൺട്രോളാണ് 1987 ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡറാണ്.
പിന്നെ 1985 നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പാസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പേര് പറയുന്നത് പോലെ നാർക്കോട്ടിക്കിൻ്റെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെയും ഒരു കൺസോളിഡേറ്റഡ് ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ലോ ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ എന്ത് പറയുന്നത് ഈ 1985 നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ പറയാം. സോ ഈ ജസ്റ്റ് ഈ പേരുകളും വർഷങ്ങളും മാത്രം ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എടുത്തെടുത്ത് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഉപയോഗം വരും. സോ ഇപ്പോൾ നിങ്ങൾ ഈ വർഷങ്ങളും ഡേറ്റുകളും മാത്രം പഠിച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ബോർ കമ്മിറ്റിയാണ്. സോ ബോർ കമ്മിറ്റി എന്ന് വെച്ചാൽ സർ ജോസഫ് ബോർ ആരാണ്? സർ ജോസഫ് ബോറിൻ്റെ അണ്ടറിൽ 1943 കൊണ്ടുവന്ന കമ്മിറ്റിയാണ്. സോ ഇവിടെ 7 റെക്കമെൻഡേഷൻസ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് 7 റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ഓഫ് ഓൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ ആൻഡ് പ്രൊഫഷണൽ ഫാർമസി കൗൺസിൽ. സോ നമുക്ക് ഇപ്പോൾ പറയുന്ന ഫാർമസി കൗൺസിൽ SPC, പിന്നെ PCI, പിന്നെ JSPC ജോയിൻറ്റ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫാർമസി കൗൺസിൽ കൊണ്ടുവരാനുള്ള റെക്കമെൻഡേഷൻ. അതുമാത്രമല്ല എനാക്ട്മെൻറ്റ് ഓഫ് ലെജിസ്ലേഷൻ ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ പബ്ലിക് ഫ്രം ഇൻകംപിറ്റൻസ്, സേഫ് ഗാർഡ് ഇൻട്രസ്റ്റ് ഓഫ് ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് ആൻഡ് റേസ് ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫാർമസിസ്റ്റ്. സോ ഫാർമസിസ്റ്റുകളുടെ നിലവാരം കൂട്ടുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ റെക്കമെൻഡേഷൻ. ഇത് ഇത്രയും പറയുമ്പോൾ അത് തന്നെയാണ് അർത്ഥം. ഫാർമസിസ്റ്റിൻ്റെ നിലവാരം കൂട്ടുക, കൗൺസിൽ കൊണ്ടുവരിക. ഇനി അതുമാത്രമല്ല നമുക്ക് ഡിസിപ്ലിനറി കൺട്രോൾ അല്ലെങ്കിൽ ഫാർമസി പ്രൊഫഷൻസിൽ നമുക്ക് എന്ത് കൺട്രോൾ കൊണ്ടുവരാം. എക്സാമ്പിൾ രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ് എങ്ങനെയായിരിക്കണം, ഫാർമസി പ്രൊഫഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രാക്ടിക്കൽസുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, റെഗുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവന്നു. ഇനി അതുമാത്രമല്ല ലൈസൻസിയേറ്റ് ഫാർമസിസ്റ്റ് എങ്ങനെ, ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എങ്ങനെ, ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജീസ് എങ്ങനെ, അത് ഏത് രീതി റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൊണ്ടുവന്നു. ഒരു കാര്യം തന്നെ പഠിക്കരുത്, നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇനി സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. ആരാണ്? CDL സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി അതുമാത്രമല്ല ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1914 എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ദ കൺട്രി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കൗൺസിൽ കൊണ്ടുവരിക, 2 സ്റ്റാൻഡേർഡ്സ് കൂട്ടുക, പിന്നെ ഡിസിപ്ലിനറി കൺട്രോൾ കൊണ്ടുവരിക, ഫാർമസി രജിസ്ട്രേഷൻ കൊണ്ടുവരിക, ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം, ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആയിരിക്കണം, CDL സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി കൊണ്ടുവരിക, പിന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഭയങ്കര സിമ്പിൾ അല്ലേ? കുറച്ച് നമുക്ക് കഥ പോലെ പഠിച്ച് പോകാന്നേ ഉള്ളൂ, അധികമൊന്നുമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ബാട്ടിയ കമ്മിറ്റിയാണ്. 1953 ചെയർമാൻഷിപ്പ് ഓഫ് മേജർ ജനറൽ SL ബാട്ടിയാണ്. ഓരോ പേരിൽ തന്നെ അവർ പഠിക്കാനുണ്ട്, എളുപ്പമാണ്. ബാട്ടിയാണ്. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീനെയാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്തത് കേട്ടോ. സോ ഫാർമസ്യൂട്ടിക്കൽ എൻക്വയറി കമ്മിറ്റി ടു എൻക്വയറി ഇൻ ടു ദ വർക്കിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആൻഡ് ടു റെക്കമെൻഡ് വാട്ട് സ്റ്റെപ്പ് ദ ഗവൺമെന്റ് ഷുഡ് ടേക്ക് ടു എസ്റ്റാബ്ലിഷ് ഇൻ സൗണ്ട് ലൈൻ ടു ഇംപ്രൂവ് ദ കൺട്രി എക്കണോമി. സോ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സാമ്പത്തിക വളർച്ചയും ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബാട്ടിയ കമ്മിറ്റിയുടെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ജൂൺ 1954 212 റെക്കമെൻഡേഷൻസുകൾ എന്ത് ചെയ്തു? സബ്മിറ്റ് ചെയ്തു. അതിൽ ഏകദേശമൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇൻ ജൂൺ 1954 212 റെക്കമെൻഡേഷൻ സബ്മിറ്റ് ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ റെക്കമെൻഡേഷൻ വർ ഇംപ്ലിമെൻറ്റഡ്. നമുക്ക് എല്ലാം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഏകദേശം ഒരു 90% നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മുതലിയാർ കമ്മിറ്റി. 1959 അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ A. ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. സോ ഇവിടെ ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ അണ്ടർ ദ പ്രിവ്യൂ ഓഫ് ഡ്രഗ് ആക്ട്. സോ ഇതിനകത്ത് നമ്മൾ ഇൻഡിജിനസ് സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹാത്തി കമ്മിറ്റിയാണ്. ഇത് ജൗസക് ലാൽ ഹാത്തിൻ്റെ അണ്ടറിലാണ് വന്നത്. ഡ്രഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡസ്ട്രിയുമായിരുന്നു കൂടുതലും ബന്ധപ്പെടുത്തി പറഞ്ഞത്. സോ ഇവിടെ ഇമ്പോർട്ട് എങ്ങനെ, പ്രൈസ് കൺട്രോൾ എങ്ങനെ, ലൈസൻസിങ് എങ്ങനെയാണ്, ഒരു ഫോറിൻ സെക്ടറിൻ്റെ റോൾ എങ്ങനെയാണ്, ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയായിരിക്കണം, പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് രൂപ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നമുക്ക് കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞ കമ്മിറ്റികളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഇന്ത്യൻ ഫാർമക്കോപ്പിയാണ്. സോ കുറച്ച് ഞാൻ ഫാർമക്കോപ്പിയസിൻ്റെ നമുക്ക് ഇപ്പം കറൻ്റ്ലി ഉള്ള എല്ലാ ഫാർമക്കോപ്പിയൻ്റെയും എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ബംഗാൾ ഫാർമക്കോപ്പിയ, ഫസ്റ്റ് ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യ 1868 ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മിറ്റി, പിന്നെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ സപ്ലിമെൻറ്റ്, തേർഡ് എഡിഷൻ, ഫോർത്ത് എഡിഷൻ, ഫിഫ്ത്ത് എഡിഷൻ ആൻഡ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ 6th, 7th, 8th 2018 വരെയുള്ള ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആക്റ്റുകളും ഞാൻ അവിടെ എല്ലാം പറഞ്ഞ കുറച്ച് ആക്റ്റുകളും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചു വയ്ക്കുക. കാര്യം നമുക്ക് പഠിച്ചാൽ എളുപ്പമാണ്. ഹിസ്റ്ററിക്കകത്ത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം, പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമേ ചോദിക്കൂ, വേറെ എക്സ്ട്രാ ഭാഗങ്ങളൊന്നും അവർ ചോദിക്കില്ല. സോ നന്നായിട്ട് പഠിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആണ് ബൈ ദ വൈ.